നമസ്കാരം. ചൈനീസ് പീപ്പിൾസ് ലിബറേഷൻ ആർമി എയർഫോഴ്സിൻ്റെ ഏറ്റവും കരുത്തുറ്റ 5ാം തലമുറ സ്റ്റെൽത്ത് പോർവിമാനമായ ചെങ്ഡു J-20 മൈറ്റി ഡ്രാഗൺ നിലവിൽ തെക്കേ ഏഷ്യൻ മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളിൽ വലിയ ചർച്ചാ വിഷയമാണ്. ദീർഘദൂര വ്യോമാധിപത്യത്തിനും ശത്രുരാജ്യങ്ങളുടെ പ്രതിരോധ നിരകൾ തുളച്ചുകയറി ആക്രമണം നടത്തുന്നതിനുമായി രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഈ വിമാനം അത്യാധുനിക സെൻസറുകൾ, ആന്തരിക ആയുധ അറകൾ, റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാനുള്ള സ്റ്റെൽത്ത് രൂപകൽപ്പന എന്നിവയാൽ സമ്പന്നമാണ് എന്നാണ് ചൈന അവകാശപ്പെടുന്നത്. എന്നാൽ ലോകത്തിലെ ഏത് യുദ്ധവിമാനത്തെയും പോലെ J-20ക്കും ചില സാങ്കേതികവും പ്രവർത്തനപരവുമായ ബലഹീനതകളുണ്ടെന്ന പ്രതിരോധ വിദഗ്ധരും സ്വതന്ത്ര വിശകലന വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സ്വന്തമായി 5ാം തലമുറ സ്റ്റെൽത്ത് വിമാനങ്ങൾ ഉടനടി ലഭ്യമായില്ലെങ്കിൽ പോലും തദ്ദേശീയവും സംയോജിതവുമായ ഒരു ശൃംഖല അധിഷ്ഠിത വ്യോമപ്രതിരോധ നിരയിലൂടെ ചൈനയുടെ ഈ ഭീഷണിയെ വിജയകരമായി ചെറുത്തു തോൽപ്പിക്കാൻ സാധിക്കുമെന്നതാണ് ഏറ്റവും പുതിയ നിരീക്ഷണങ്ങൾ പറയുന്നത്. ചൈനീസ് J-20 വിമാനത്തിൻ്റെ ഏറ്റവും വലിയ പ്രധാന വിടവുകളിലൊന്ന് അതിൻ്റെ കനാർഡുകളുടെ നിർമ്മാണ പ്രകൃതിയാണ്. യുദ്ധവിമാനങ്ങളുടെ മുൻഭാഗത്ത്, അതായത് കോക്പിറ്റിന് ഇരുവശത്തുമായി പ്രധാന ചിറകുകൾക്ക് തൊട്ടു മുന്നിൽ ഘടിപ്പിച്ചിരിക്കുന്ന ചെറിയ ചിറകുകൾ പോലെയുള്ള നിയന്ത്രണ ഭാഗങ്ങളെയാണ് കനാഡുകളെന്ന് വിളിക്കുന്നത്. ഫ്രഞ്ച് ഭാഷയിലെ താറാവ് എന്നർത്ഥം വരുന്ന വാക്കിൽ നിന്നാണ് കനാഡ് എന്ന പദം രൂപപ്പെടുന്നത്. മുൻകാലങ്ങളിൽ നിർമ്മിച്ച വിമാനങ്ങളുടെ പ്രത്യേക രൂപകൽപ്പനയോട് സാമ്യമാണ് ഈ പേരിന് പിന്നിൽ. സാധാരണ വിമാനങ്ങളിൽ കാറ്റിലൂടെയുള്ള സഞ്ചാരത്തെ നിയന്ത്രിക്കുന്ന ചിറകുകൾ വിമാനത്തിൻ്റെ പിൻഭാഗത്താണ് കാണപ്പെടാറുള്ളത് എങ്കിൽ കനാഡുകൾ ഉള്ള വിമാനങ്ങളിൽ ഈ നിയന്ത്രണ സംവിധാനം മുൻഭാഗത്താണ് സ്ഥാനം പിടിക്കുന്നത്. ഒരു യുദ്ധവിമാനത്തിൻ്റെ പറക്കൽ ക്ഷമതയും ദിശാമാറ്റ ശേഷിയും വർദ്ധിപ്പിക്കുന്നതിൽ കനാഡുകൾ നിർണായക പങ്ക് വഹിക്കുന്നു. വായുവിൽ അതിവേഗം ദിശ മാറ്റാനും കഠിനമായ വ്യോമാഭ്യാസങ്ങൾ നടത്തുമ്പോൾ വിമാനത്തിൻ്റെ ബാലൻസ് നിലനിർത്താനും ഇവ സഹായിക്കുന്നു. പ്രത്യേകിച്ച് ഉയർന്ന ആംഗിളുകളിൽ പോർവിമാനങ്ങൾ പറക്കുമ്പോൾ കാറ്റിൻ്റെ ദിശയ്ക്കനുസരിച്ച് ചലിച്ച് വിമാനത്തിന് ആവശ്യമായ അധിക ഉയർത്തൽ ശേഷി നൽകാൻ കനാഡുകൾക്ക് സാധിക്കുന്നുണ്ട്. ഇതിലൂടെ കുറഞ്ഞ ദൂരമുള്ള റൺവേകളിൽ നിന്ന് പോലും വേഗത്തിൽ ടേക്ക് ഓഫ് ചെയ്യാനും എളുപ്പത്തിൽ ലാൻഡ് ചെയ്യാനും വിമാനങ്ങൾക്ക് കഴിയുന്നു. എന്നാൽ ആധുനിക 5ാം തലമുറ പോർവിമാനങ്ങളുടെ നിർമ്മാണത്തിൽ കനാഡുകൾ ചില സാങ്കേതിക വെല്ലുവിളികളും ഉയർത്തുന്നുണ്ട്. റഡാറുകളുടെ കണ്ണ് വെട്ടിക്കാനുള്ള സ്റ്റെൽത്ത് ശേഷിയെ കനാഡുകൾ ചിലപ്പോൾ പ്രതികൂലമായി ബാധിക്കാറുണ്ട്. വിമാനം സഞ്ചരിക്കുന്നതിനിടെ കനാഡുകൾ ചലിക്കുമ്പോൾ അവയിൽ തട്ടി പ്രതിഫലിക്കുന്ന റഡാർ തരംഗങ്ങൾ ശത്രുക്കളുടെ റഡാറുകൾക്ക് വിമാനത്തിൻ്റെ സ്ഥാനം കൃത്യമായി കാട്ടിക്കൊടുക്കാൻ ഇടയാക്കും. അമേരിക്കയുടെ F-22 റാപ്റ്റർ പോലെയുള്ള മുൻനിര സ്റ്റെൽത്ത് വിമാനങ്ങൾ കനാഡുകൾ പൂർണ്ണമായും ഒഴിവാക്കാൻ കാരണം തന്നെ ഇതാണ്. എന്നാൽ ചൈനയുടെ J-20 പോലെയുള്ള പോർവിമാനങ്ങളിൽ വേഗതയ്ക്കും ദിശാമാറ്റത്തിനും മുൻഗണന നൽകിക്കൊണ്ട് കനാഡുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. J-20 വിമാനത്തിൽ ഇവയുടെ ചലനം കാരണം പ്രത്യേക ദിശകളിൽ നിന്ന് റഡാർ തരംഗങ്ങൾ പ്രതിഫലിക്കപ്പെടാനും അതുവഴി അത്യാധുനിക റഡാറുകൾക്ക് വിമാനത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാനും എളുപ്പമാണ്. കൂടാതെ എഞ്ചിനിൽ നിന്നുള്ള താപ വികിരണങ്ങളും ഈ വിമാനത്തിൻ്റെ പ്രതിരോധ ശേഷിയെ ബാധിക്കുന്ന പ്രധാന ഘടകമാണ്. WS-10, പുതിയ WS-15 എഞ്ചിനുകൾ ഉപയോഗിക്കുമ്പോഴും പാശ്ചാത്യ പോർവിമാനങ്ങളിലേതുപോലെ എക്സോസ്റ്റ് നോസിലുകളിൽ താപം കുറയ്ക്കാനുള്ള സംവിധാനങ്ങൾ എത്രത്തോളം കാര്യക്ഷമമാണ് എന്ന കാര്യത്തിൽ ഇപ്പോഴും സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട്. ഇത് വിമാനത്തിൽ നിന്നുള്ള താപം കണ്ടെത്തുന്ന പാസീവ് ഇൻഫ്രാറെഡ് സംവിധാനങ്ങൾക്ക് ലക്ഷ്യം എളുപ്പമാക്കും. ഈ വിടവുകളെ പരമാവധി പ്രയോജനപ്പെടുത്തി വിപുലമായൊരു പ്രതിരോധ ശൃംഖല തീർക്കുക എന്ന തന്ത്രമാണ് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് മുന്നിലുള്ള ഏറ്റവും മികച്ച വഴി. സാധാരണ റഡാറുകൾക്ക് സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണെങ്കിലും ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് പോലെയുള്ള പാസീവ് സംവിധാനങ്ങൾക്ക് താപവികിരണങ്ങൾ അടിസ്ഥാനമാക്കി വിമാനങ്ങളെ കണ്ടെത്താൻ സാധിക്കും. ഇതോടൊപ്പം താഴ്ന്ന ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന VHF, UHF റഡാർ ശൃംഖലകൾ സംയോജിപ്പിക്കുന്നതിലൂടെ സ്റ്റെൽത്ത് വിമാനങ്ങളുടെ സാന്നിധ്യം ദൂരത്തു നിന്ന് തന്നെ മനസ്സിലാക്കാനും സാധിക്കും. ഉയർന്ന ഫ്രീക്വൻസി റഡാറുകളും താഴ്ന്ന ഫ്രീക്വൻസി റഡാറുകളും ഒന്നിച്ച് പ്രവർത്തിപ്പിക്കുന്ന ബഹുതല റഡാർ അധിഷ്ഠിത പ്രതിരോധ സംവിധാനം നിർണായകമായ യുദ്ധവിവരങ്ങൾ നൽകാൻ പ്രാപ്തമാണ്. വ്യോമയുദ്ധങ്ങൾ ഇന്ന് കേവലം ഒറ്റപ്പെട്ട വിമാനങ്ങൾ തമ്മിലുള്ള പോരാട്ടമല്ല, മറിച്ച് വിവിധ സാങ്കേതിക വിദ്യകളുടെയും സെൻസറുകളുടെയും പരസ്പര ബന്ധിതമായ ഏകോപനമാണ്.
മുൻകൂട്ടി മുന്നറിയിപ്പ് നൽകുന്ന വ്യോമ നിരീക്ഷണ വിമാനങ്ങൾ, നിലത്തെ റഡാർ കേന്ദ്രങ്ങൾ, ഇലക്ട്രോണിക് വാർഫെയർ സംവിധാനങ്ങൾ, കരയിൽ നിന്നുള്ള വ്യോമ പ്രതിരോധ മിസൈലുകൾ എന്നിവയെ ഒരൊറ്റ കമാൻഡ് ശൃംഖലയിലേക്ക് കോർത്തിണക്കുന്നതിലൂടെ J-20 പോലെയുള്ള പോർ വിമാനങ്ങളെ ഇന്ത്യക്ക് ഫലപ്രദമായി നേരിടാൻ സാധിക്കും. ഉയർന്ന ഇന്ധനക്ഷമതയും ദീർഘദൂര ശേഷിയുമുള്ള ചൈനീസ് വിമാനങ്ങളെ നിരന്തരമായ നിരീക്ഷണത്തിലൂടെയും പ്രതിരോധ സമ്മർദ്ദത്തിലൂടെയും ആകാശത്ത് കൂടുതൽ സമയം തുടരാൻ നിർബന്ധിതരാക്കുന്നത് അവരുടെ ഇന്ധനവും സൈനിക തന്ത്രങ്ങളും തളർത്താൻ സഹായിക്കും. ചുരുക്കത്തിൽ, ചൈനയുടെ മുന്നേറ്റങ്ങൾക്ക് തടയിടാൻ സാങ്കേതിക തികവും തന്ത്രപരമായ ശൃംഖലാ ഭരണ നിർവഹണവും ഉപയോഗിച്ച് ഇന്ത്യക്ക് ആകാശത്ത് പൂർണ്ണ മേൽക്കോയ്മ നേടാനാകും. J-20 വിമാനത്തിൻ്റെ സവിശേഷതകളും സാങ്കേതികപരമായ പരിമിതികളും വേർതിരിച്ചറിയാൻ സാധിച്ചത് ഭാരതത്തിൻ്റെ ദേശീയ സുരക്ഷയിലും വ്യോമ പ്രതിരോധ തന്ത്രങ്ങളിലും നിർണായകമായ വഴിത്തിരിവുകളാണ് ഉണ്ടാക്കുക. വടക്കൻ അതിർത്തി പ്രദേശങ്ങളിൽ ചൈന നിരന്തരം വ്യോമസൈനിക സന്നാഹങ്ങൾ വർദ്ധിപ്പിക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഏറ്റവും കരുത്തുറ്റ പോർ വിമാനത്തിന് അജയ്യമായ സ്റ്റെൽത്ത് ശേഷിയില്ലെന്ന്, അതിന് വ്യക്തമായ വിടവുകളുണ്ടെന്നും തിരിച്ചറിയുന്നത് ഇന്ത്യൻ വ്യോമസേനയ്ക്ക് വലിയ ആത്മവിശ്വാസവും തന്ത്രപ്രധാനമായ മേൽക്കോയ്മയും നൽകും. ചൈനയുടെ വിമാന ഭീഷണിയെ ചെറുക്കാൻ അത്ര തന്നെ ചിലവേറിയ 5ാം തലമുറ വിമാനങ്ങൾ ഉടനടി വാങ്ങിക്കൂട്ടേണ്ടതില്ല എന്ന ബോധ്യം ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് ആസൂത്രണത്തിലും വലിയ നേട്ടമാണ് ഉണ്ടാക്കുന്നത്. J-20 വിമാനത്തിൻ്റെ മുന്നിലുള്ള കനാഡുകൾ വായുവിലെ ദിശാമാറ്റങ്ങൾക്ക് സഹായിക്കുമെങ്കിലും ചില നിർണായക കോണുകളിൽ റഡാർ തരംഗങ്ങളെ പ്രതിഫലിപ്പിച്ച് സ്റ്റെൽത്ത് ശേഷി കുറയ്ക്കുന്നു എന്നതും, വിമാനത്തിലെ എഞ്ചിനുകൾ പുറന്തള്ളുന്ന കടുത്ത താപവികിരണങ്ങൾ അവയുടെ സാന്നിധ്യം വെളിപ്പെടുത്തും എന്നതും ഇന്ത്യയുടെ പ്രതിരോധ സമവാക്യങ്ങളെ പൂർണ്ണമായി തിരുത്തിയെഴുതാൻ പ്രാപ്തമാണ്. ശത്രുവിൻ്റെ സ്റ്റെൽത്ത് വിമാനങ്ങളെ റഡാർ തരംഗങ്ങൾ കൊണ്ട് മാത്രം കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിലും അവയുടെ താപ സാന്നിധ്യം വേട്ടയാടുന്ന ഇൻഫ്രാറെഡ് സെർച്ച് ആൻഡ് ട്രാക്ക് സംവിധാനങ്ങൾ ഉപയോഗിച്ച് കണ്ടെത്താനാകും. ഇന്ത്യൻ വ്യോമസേനയുടെ പക്കലുള്ള സുഖോയ് 30 MKI, റഫാൽ തുടങ്ങിയ മുൻനിര യുദ്ധവിമാനങ്ങളിൽ ഇത്തരം അത്യാധുനിക IRST സംവിധാനങ്ങൾ നിലവിലുണ്ട്. ഇതിലൂടെ കണ്ണഞ്ചിപ്പിക്കുന്ന സ്റ്റെൽത്ത് സാങ്കേതിക വിദ്യ അവകാശപ്പെടുന്ന ചൈനീസ് വിമാനങ്ങളെ കൃത്യമായി നിരീക്ഷിക്കാനും ആവശ്യമെങ്കിൽ ലക്ഷ്യമിടാനും ഇന്ത്യക്ക് സാധിക്കും. അതോടൊപ്പം താഴ്ന്ന ഫ്രീക്വൻസിയിൽ പ്രവർത്തിക്കുന്ന VHF, UHF റഡാർ ശൃംഖലകളും ഉയർന്ന ഫ്രീക്വൻസി ഫയർ കൺട്രോൾ റഡാറുകളും കോർത്തിണക്കിയുള്ള ബഹുതല റഡാർ അധിഷ്ഠിത പ്രതിരോധ ശൃംഖല ശക്തിപ്പെടുത്താൻ ഈ കണ്ടെത്തൽ ഇന്ത്യയെ സഹായിക്കുന്നുണ്ട്. കരയിൽ നിന്നുള്ള ഈ റഡാർ കേന്ദ്രങ്ങളും ആകാശത്ത് നിരീക്ഷണം നടത്തുന്ന എയർബോൺ എയർലൈൻ വാർണിംഗ് വിമാനങ്ങളും തമ്മിൽ തത്സമയ വിവരങ്ങൾ കൈമാറുന്ന ശൃംഖലാധിഷ്ഠിത വ്യോമ പ്രതിരോധ സംവിധാനം ഉറപ്പാക്കുന്നതിലൂടെ J-20 വിമാനങ്ങളുടെ കടന്നുകയറ്റം അതിർത്തിയിൽ വെച്ച് തന്നെ തടയാനും കഴിയും. ദീർഘദൂര ദൗത്യങ്ങൾക്ക് ശേഷിയുള്ള ഈ ചൈനീസ് വിമാനങ്ങളെ നിരന്തരമായ നിരീക്ഷണത്തിലൂടെയും പ്രതിരോധ സമ്മർദ്ദത്തിലൂടെയും ആകാശത്ത് കൂടുതൽ സമയം തുടരാൻ നിർബന്ധിതരാക്കുന്നത് അവരുടെ ഇന്ധന ഉപഭോഗവും സാങ്കേതിക സമ്മർദ്ദവും വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. ചുരുക്കത്തിൽ, ചൈനീസ് J-20 വിമാനത്തിൻ്റെ ബലഹീനതകൾ കൃത്യമായി തിരിച്ചറിഞ്ഞത് വഴി ഇന്ത്യക്ക് തങ്ങളുടെ അതിർത്തികളിൽ ചെലവ് കുറഞ്ഞതും എന്നാൽ അതീവ കാര്യക്ഷമവുമായ ഒരു സംയോജിത വ്യോമ പ്രതിരോധ കവചം തീർക്കാനും ആകാശത്ത് സന്തുലിതാവസ്ഥ ഉറപ്പാക്കി രാജ്യസുരക്ഷ ഭദ്രമാക്കാനും സഹായിക്കും. ഈ വാർത്തയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകളായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.